സിൽ ബിമാ യുനാസിബ്. താഴെയുള്ള ചോദ്യത്തിന് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എഴുതാനാണ് പറയുന്നത്. ചോദ്യം 1. സൗജു സയ്യിദത്തി നഫീസത്തുൽ മിസ്രിയ. നഫീസത്തുൽ മിസ്രിയ എന്നവരുടെ ഭർത്താവിൻ്റെ പേരാണ് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതേണ്ടത്. ഇസ്ഹാഖുൽ മുഅ്തമി. 2. ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ. അവർക്ക് യോജിച്ചത് എടുത്തിട്ട് എഴുതുക. ബിൻതു ഉമർ റളിയല്ലാഹു അൻഹ. അതാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ മകളാണ്. 3. മാതത് ഹഫ്സ റളിയല്ലാഹു അൻഹ ഫി. ഏത് മാസത്തിലാണ് എന്ന ഓപ്ഷൻ ബ്രാക്കറ്റിൽ കാണാം. ഷഅബാൻ. ഉത്തരം. മാതത്ത് ഹഫ്സ ബീവി വഫാത്തായ മാസമാണ് ഇതിൽ നിന്ന് കണ്ടെത്തേണ്ടത്. 4. ഉമ്മു ആയിഷ. ആയിഷ എന്നവരുടെ ഉമ്മ. ഉത്തരം ഉമ്മു റുമാൻ. 5. സയ്യിദുത് നിസാഇൽ ജന്ന. സ്വർഗത്തിലെ സ്ത്രീകളുടെ സയ്യിദ്, ലീഡർ, നേതാവ് ആരാണ്? ഫാത്തിമ ബിൻതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6. സിന്നു ആയിഷ റളിയല്ലാഹു അൻഹ ഇൻദ തസ്വീജി 6 സിനീൻ. കല്യാണ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് 6 ആയിരുന്നു. 7. സിന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ 28. തമ്മിം. പൂർത്തിയാക്കുക. 1. കാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അഫ്ഖഹ നാസി വഅലമ നാസി വഅഹ്സന നാസി റഅയ. 2. فقالت نفيسة المصرية رحمه الله لا أفطر وكنت أسأل الله أن ألقاه وأنا صائمة. 3. قال علي رضي الله عنه تقدم يا أبا بكر فصلى عليها ودفنت ليلة. 4. كانت خديجة امرأة جميلة تاجرة ذات شرف ومال. ഇതൊക്കെ കിതാബിലുള്ളത് ചില പ്രത്യേക പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് പൂരിപ്പിക്കലാണ് കേട്ടോ. 5. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാലൻ മുഅദ്ദബൻ അശദ്ദൽ അദാബ് ഫസ്തറഹു ഫഅതഖഹു. 6. قال عمرو بن العاص رضي الله عنه إن هؤلاء يقولون في عيسى غير ما تقول. ബയ്യിൻ അർബഅ. 4 വിശദീകരിക്കുക. 5 ചോദ്യത്തിൽ 4 വിശദീകരിക്കുക കേട്ടോ. 1. താരിഖു വഫാത്തി ബിലാൽ റളിയല്ലാഹു സനത 20. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ ഡേറ്റ്, കൊല്ലം ഏതാണ്? 20ാമത്തെ കൊല്ലമാണ്. 2. ഇസ്മു അബി ഹുറൈറ റളിയല്ലാഹു അൻഹു. അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? അബ്ദുറഹ്മാൻ ബിൻ സഖ്. 3. താരിഖു തസവ്വജ ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഫ്സ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിച്ച കൊല്ലം സനത സലാസ്, 3-ാം വർഷം. 4. മൻ സല്ല അല ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയുടെ മേൽ നിസ്കരിച്ചതാരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു. 5. സിന്നു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തസവ്വജ ഖദീജ റളിയല്ലാഹു. ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് 25 സന, 25 വയസ്സ്. അജിബ്. ഉത്തരം പറയുക, ഉത്തരം എഴുതുക. 1. മാ സബബു തലബി ഖദീജ ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൂജ് ഇല ശാം. എന്തുകൊണ്ടാണ് ഖദീജ ബീവി ഷാമിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചത്? ലിഅന്നഹ അലിമത് സിദ്ഖുഹു വഹ്സന അഖ്ലാഖിഹി. കാരണം ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയും സൽസ്വഭാവവും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 2. അസ്വഹാബിയു മൻ ഹുവ. ആരാണ് സ്വഹാബി എന്ന് പറഞ്ഞാൽ?
ഉത്തരം മനിജിത്തമാ മുഅ്മിനൻ ബിനബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിബദനി വലൗ ലഹ്ലത. ഒരു നിമിഷമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈമാനോട് കൂടി ഒരുമിച്ച് കൂടിയ ആൾക്കാണ് സ്വഹാബി എന്ന് പറയാം. മുഅ്മിനായിട്ട് നബിയോട് കൂടെ ഒരു നിമിഷമെങ്കിലും കൂടിച്ചേരുക, മീറ്റ് ചെയ്യുക, നബിയുടെ ആ സന്നിധിയിൽ ഉണ്ടാവുക, ഇങ്ങനെയുള്ള ആളാണ് സ്വഹാബി. 3. മത അസ്ലമ ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയത് എപ്പോഴാണ്? ഫി സനത്ത് സാനിയ മിനൽ ബഅസ, നബുവത്തിൻ്റെ 2-ാം വർഷം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തതിന് 2 വർഷം കഴിഞ്ഞ്. അതാണ് നബുവത്ത് എന്ന് പറയുക. നബി എപ്പോഴാണോ പ്രവാചകത്വം നേടിയത്, അള്ളാഹു തആല നബിക്ക് എപ്പോഴാണ് പ്രവാചകത്വം നൽകിയത്, ആ വർഷം, അതാണ് നബുവത്ത് എന്ന് പറയുക. ഇവിടെ ബിഅസത്ത് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ഇറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂറത്തു അലക്ക് ഓതിക്കൊടുത്തെ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചതാണ്. ആ സമയം അതിനാണ് നബുവത്ത് അല്ലെങ്കിൽ ബിഅസത്ത് എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് എത്രാമത്തെ വർഷം, ഇന്ന വർഷം എന്ന് പല ചരിത്ര ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 4. കം അദദു മൻ ഷഹിദ മിനൽ മലായികത്തി ഹീന വഫാത്തി സഅദ് റളിയല്ലാഹു. സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് എത്ര മലക്കുകളാണ് ഉണ്ടായിരുന്നത്? 70,000 മിനൽ മലായിക, മലക്കുകളിൽ നിന്ന് 70,000 ആളുകൾ ഉണ്ടായിരുന്നു. 5. മാദാ ഖാല ജിബ്രീൽ അലൈഹിസ്സലാം ഹീന ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹാദാ റഅ്സു റഅയ്സിൽ അഅദാ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് ശത്രുക്കളുടെ നേതാവിൻ്റെ തലയാണ് എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? ഹാദാ സിർറു മാ ളഹിഖ്തു ഫൽ ഉദ്നു ബിൽ ഉദ്നി വറഅ്സു ദായിർ. ഞാൻ ചിരിച്ചതിൻ്റെ രഹസ്യം ഇതാണ്. ഫൽ ഉദ്നു ബിൽ ഉദ്നി, കാതിന് പകരം കാതാണ്. വറഅ്സു ദായിർ, തല അധികമാണ്. ഇതാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്. മനിൽ ഖായിലും, ആരാണ് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാക്കണം. 1. ഉമ്മുൽ ഫളി ഹാമിൽ എന്ന് പറഞ്ഞത് ആരാണ്? അബ്ബാസ് റളിയല്ലാഹു. 2. ലഅല്ലല്ലാഹു അൻ യുഖിറ അയ്യുനക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് പറഞ്ഞത്. 3. മാ റഅയ്തു അവറഅ മിൻ ഇബ്നു ഉമർ റളിയല്ലാഹു, ഇത് പറഞ്ഞത് മൈമൂൻ ബിൻ മെഹ്റാനാണ്. 4. അബൂബക്കറിൻ സയ്യിദുന വഅതഖ് സയ്യിദന, ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞത്. വൈഹക്കും ഇൻ ഹസംതും അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഫിയ ബീവി റളിയല്ലാഹു അൻഹയാണ് ഇത് പറഞ്ഞത്. കമ്മിൽ പൂർത്തിയാക്കുക. 1. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അബ്ദലനി ഇല്ലാഹു ഖൈറൻ മിൻ ഖദീജ, അള്ളാഹു തആല ഖദീജക്ക് പകരമായിട്ട് ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഖൈറായിട്ട്, ഖദീജയേക്കാൾ ഖൈറായിട്ട് ഒന്നും തന്നെ എനിക്ക് നൽകിയിട്ടില്ല. 2. വക്കാനത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അഹബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. 3. ഖാല അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന്നാസി അഹബ്ബു ഇലൈക്, ജനങ്ങളിൽ ഏറ്റവും അങ്ങയിലേക്ക് പ്രിയപ്പെട്ടവർ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ബേബിയാണ്. ഖുൽതു, ഞാൻ പിന്നെയും ചോദിച്ചു, ഒമിന റിജാലി, ആണുങ്ങളിൽ നിന്നോ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, അവളുടെ ഉപ്പയാണ്. ഓക്കെ, തർജിം, വിവർത്തനം ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക. കാനത്ത് സയ്യിദത്തു നഫീസ ദാത്ത മഹലിൻ ഫകാനത്ത് തുഹ്സിനു ഇലാ റംന വൽ മർള വ ഉമൂമിൻ നാസ്, നഫീസ ബേബി നല്ല സമ്പന്നയായിരുന്നു, ദുർബലർക്കും രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഗുണം ചെയ്തിരുന്നു.